ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത് ബഫൂൺ എന്നാണ് വിളിച്ചത്. നേരത്തെയും അദ്ദേഹം അധം എന്ന് വിളിച്ചിട്ടുണ്ട്, മഹാമോശക്കാരൻ, വൃത്തികെട്ടവൻ, പ്രതിപക്ഷ നേതാവായതിനു ശേഷം തവളയെ പോലെ ചീർത്തവൻ എന്നൊക്കെ, പന്നൻ എന്നൊക്കെ ഒരുപാട് വാക്കുകൾ വിളിച്ചിട്ടുണ്ട്. ജി സുകുമാരൻ നായർ ഒരുപക്ഷെ അത്രത്തോളം കടന്ന വാക്കുകൾ പറയുന്നില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ സതീശന് വിരുദ്ധ നിലപാട് അദ്ദേഹം പലയാവർത്തി ആവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും ഐക്യപ്പെടുന്ന ഒരേ ഒരു പോയിന്റ് പ്രതിപക്ഷ നേതാവ് സതീശന് വിരുദ്ധതയാണ്. ഞാൻ ആ നേതാക്കളെ കുറ്റം പറയില്ല. അതിന് കാരണം SKN ഒരുപക്ഷെ ബാക്കി നേതാക്കൾ ചെയ്യുന്നത് പോലെ ഈ സമുദായ നേതാക്കളെ പ്ലീസ് ചെയ്യാനുള്ള നടപടി വീഡിയോയുടെ ഭാഗത്ത് ഉണ്ടാവാറില്ല. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ നിലപാട് ആർജം എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും ഒരു UDF ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അതൊരു രാഷ്ട്രീയ മെയ്വഴക്കമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് സതീശിന്റെ പരിമിതിയാണ്. SKN ആ പരിമിതി ഒക്കെ അവിടെ നിൽക്കുമ്പോഴും സതീഷിന് ഒരു പോൾ മാനേജർ എന്നുള്ള നിലയ്ക്ക് എക്സലന്റ് ആണെന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ കുറേയധികം തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം എടുത്ത് പറയണം. SKN VD സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യം വരുന്ന തെരഞ്ഞെടുപ്പ് തൃക്കാക്കര ബൈ ഇലക്ഷനാണ്. തൃക്കാക്കര ബൈ ഇലക്ഷൻ ഏറ്റവും കൂടുതൽ പ്രചരണമായപ്പോൾ ഞാനടക്കം പറഞ്ഞു അൺപ്രഡിക്റ്റബിൾ, ഇഞ്ചോടിഞ്ച് പോരാട്ടം തോന്നുന്നു ഇല്ല. അപ്പോൾ VD അന്ന് നേരത്തെ പറയുന്നുണ്ട് PT തോമസിനെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു SKN? അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞു, അത് ശരിയായി. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പ് പാലക്കാട് VD പറയുന്നുണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുമ്പോഴും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിരുദ്ധ വാർത്തകളുടെ കുത്തൊഴുപ്പ് ഉണ്ടാകുമ്പോഴും VD പറയുന്നുണ്ട് പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിന്റെ 7 ഇരട്ടി ഭൂരിപക്ഷത്തിൽ രാഹുൽ ജയിക്കുമെന്ന് പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിലമ്പൂരിൽ 7% ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് VD പറയുന്നു. അതിനപ്പുറം സംഭവിക്കുന്നുണ്ട്. തദ്ദേശത്തിലേക്ക് വന്നപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളതാണ്. തദ്ദേശത്തിന്റെ പ്രചരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദീപിക ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ VD സതീശൻ പറയുന്നുണ്ട് SKN, അതായത് കൊല്ലമടക്കം ഞങ്ങൾ 4 കോർപ്പറേഷൻ പ്രചരണത്തിന്റെ നാളുകൾക്ക് മുമ്പാണ് ആദ്യം വന്ന അഭിമുഖമാണ്. കൊല്ലമടക്കം ഞങ്ങൾ 4 കോർപ്പറേഷൻ പിടിക്കും, 50%-ലധികം പഞ്ചായത്തുകൾ പിടിക്കും, 60%-ലധികം മുനിസിപ്പാലിറ്റികൾ പിടിക്കുമെന്ന് വളരെ കൃത്യമായി VD അന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ ശരിയായി വന്നു. ആകെ സംഭവിച്ചത് ചേലക്കരയിലെ പരാജയം മാത്രമാണ്. അതിലും VD നേരിയ ഭൂരിപക്ഷം മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ ഭൂരിപക്ഷം ഗണ്യമായി കട്ട് ഓഫ് ചെയ്യാൻ അവിടെ UDF കഴിഞ്ഞു. അപ്പോൾ ഗ്രൗണ്ട് അറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഗ്രൗണ്ടിലെ പൾസ്, വോട്ട് എങ്ങോട്ട് എന്നറിയുന്ന കൃത്യമായ രാഷ്ട്രീയ നേതാവാണ് VD. നമ്മൾ ഈ പറയുന്ന ഒരു നിലപാടിന്റെ അസ്ക്യതയിലുള്ള പരിമിതി എന്ന് പറയുമ്പോൾ പോലും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ 1, 2, 3, 4 എണ്ണി പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പുകളിൽ VDയുടെ കൺവിക്ഷൻ വിജയിക്കും നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ആ കൺവിക്ഷന്റെ പുറത്താണ് ഞാൻ വനവാസത്തിന് പോകും. അത് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ തന്നെ ഒരു വെല്ലുവിളിയായിരുന്നു. തോറ്റാൽ VDക്ക് വനവാസത്തിന് പോകേണ്ടി വരും. ഓക്കെ, ഞാൻ വനവാസത്തിന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി ഏറ്റെടുത്തത്. അത് ആ കൺവിക്ഷന്റെ പുറത്താണ്. ആ കൺവിക്ഷൻ വിജയിക്കുമോ എന്ന് പറയേണ്ടത് കേരളമാണ്. ഏപ്രിൽ 4-ാം തീയതിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.